നാഗാലാൻഡിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. കനത്ത സുരക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 13 ലക്ഷത്തിലധികം വോട്ടർമാരാണ് നാഗാലാൻഡിലെ 60 സീറ്റുകളിൽ 59 എണ്ണത്തിലേക്ക് മത്സരം നടക്കുന്ന 60 സീറ്റുകളാണ് ആകെയുള്ളത്. അതിൽ 59 സീറ്റുകളിലേക്കാണ് മത്സരം നടക്കുന്നത്. 183 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. വൈകിട്ട് 4 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. അൻസിലയാണ് വിവരങ്ങളുമായി ഉള്ളത്. അൻസില, നാഗാലാൻഡിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 7 മണിയോടുകൂടി വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എബി, രാവിലെ 7 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് നാഗാലാൻഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കനത്ത സുരക്ഷയാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിനായി ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, വടക്ക് കിഴക്കൻ സംസ്ഥാനമായതുകൊണ്ട് തന്നെ, അതോടൊപ്പം തന്നെ ഗോത്രവിഭാഗത്തിന് വലിയ മേൽക്കൈയുള്ള സംസ്ഥാനമായതുകൊണ്ട് തന്നെ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിൽ തന്നെയാണ് നാഗാലാൻഡിൽ ഇപ്പോൾ ഇലക്ഷനായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകുന്നത്. ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ച് 2 മണിക്കൂറോളം പിന്നിട്ട് കഴിയുമ്പോൾ വലിയ രീതിയിലുള്ള ക്യൂ തന്നെയാണ് പലയിടങ്ങളിലും, പല പോളിംഗ് ബൂത്തുകളിലും കാണാൻ സാധിക്കുന്നത്. ജനങ്ങൾ രാവിലെ തന്നെ തങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താനായി എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമ്മൾ വോട്ടെടുപ്പിന്റെ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 13 ലക്ഷത്തിലധികം ജനങ്ങളാണ് ഇന്ന് അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ എത്തുന്നത്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾ, നമുക്കറിയാം, നാഗാലാൻഡിൽ 60 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ എതിരില്ലാതെ BJP സ്ഥാനാർത്ഥി ഇപ്പോഴേ ജയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 59 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. 183 സ്ഥാനാർത്ഥികളാണ് ഇന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ സ്ഥാനാർത്ഥികൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തവണ നാഗാലാൻഡിൽ 4 സ്ത്രീകൾ അവരുടെ മത്സര രംഗത്തുണ്ട്. നാഗാലാൻഡ് ഒരു സംസ്ഥാനമായി രൂപീകരിച്ച ശേഷം ആദ്യമായിട്ടാണ് 4 സ്ത്രീകൾ സ്ഥാനാർത്ഥികളായി നാഗാലാൻഡിൽ വരുന്നത്. ഇതിൽ NDPPയുടെ തന്നെ സൽഹൌത്തുവോനോ ക്രൂസ് വെസ്റ്റേൺ അങ്കാമിയിൽ നിന്നും, ഹെഗാനി ജകാലു ദിമാപൂരിൽ നിന്നും വിധി തേടുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ റോസി തോംസൺ ടേനിങ്ങിൽ നിന്നും, BJPയുടെ കഹുലി സെമ അത്തോയ്സിൽ നിന്നുമാണ് വിധി തേടുന്നത്. ഇവർ 4 പേരും ഇത്തവണ മത്സരരംഗത്തുള്ളത് വലിയ രീതിയിൽ രാജ്യത്തിന്റെ ശ്രദ്ധയാകെ നേടിയ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, പ്രാദേശിക പാർട്ടികൾക്ക് നാഗാലാൻഡിൽ വലിയ സ്വാധീനം ഉണ്ട്. 2018 തെരഞ്ഞെടുപ്പിൽ BJP പ്രാദേശിക പാർട്ടികളുടെ സഹായത്തോടെയാണ് അധികാരം പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണത്തെ 60 സീറ്റുകളിൽ 40 സീറ്റുകളിലും NDPP ആണ് മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ 19 സീറ്റുകളിൽ BJP മത്സരിക്കുന്നു. NPF 22 സീറ്റുകളിലും, അതോടൊപ്പം തന്നെ കോൺഗ്രസ് 23 സീറ്റുകളിലും, LJP 15 സീറ്റുകളിലും, NPP 12 സീറ്റുകളിലും, NCP 12 സീറ്റുകൾ, RPI 9 സീറ്റുകൾ, JDU 7 സീറ്റുകൾ, RJD 3 സീറ്റുകൾ, CPI 1 സീറ്റ്, റൈസിംഗ് പീപ്പിൾ പാർട്ടി 1 സീറ്റ്, സ്വതന്ത്രർ 19 സീറ്റ്, അങ്ങനെ 184 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സരരംഗത്തുണ്ടായിരുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇവരുടെ പ്രചാരകർ തന്നെയാണ്. വലിയ രീതിയിലുള്ള പ്രചരണമാണ് സംസ്ഥാനത്ത് നയിച്ചിട്ടുണ്ടായിരുന്നത്. NPFന് വേണ്ടി കുഴലൂസോ നീനു, NDPPക്ക് വേണ്ടി നെയ്ഫു റിയോ, BJPക്ക് വേണ്ടി യാന്തുങ്കു പാറ്റൻ, കോൺഗ്രസിന് വേണ്ടി കെവേക്കാപ്പെ തെറി തുടങ്ങിയവരാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ BJPയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം മറ്റ് കേന്ദ്ര നേതാക്കളെല്ലാം എത്തി തന്നെയാണ് നാഗാലാൻഡിൽ BJPയുടെ പ്രചരണം നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പിടിക്കുക എന്നതാണ് BJPയുടെ വലിയ ലക്ഷ്യമായിട്ട് അവർ ഉയർത്തിക്കാട്ടുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെയും കഴിഞ്ഞ നാഗാലാൻഡിലെ സർക്കാരിൻ്റെയും ഭരണ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രചരണം നയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചാണ് കോൺഗ്രസ് നാഗാലാൻഡിൽ അവരുടെ പ്രചരണം നയിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, 2003 വരെ വളരെ ശക്തമായ രീതിയിൽ നാഗാലാൻഡിൽ നിലനിന്നിരുന്ന പാർട്ടിയായിരുന്നു കോൺഗ്രസ് എങ്കിലും
2018 തെരഞ്ഞെടുപ്പ് ഒരു സീറ്റ് പോലും നേടാൻ കഴിയാതെ ഒരുപാട് പിന്നിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ നാഗാലാൻഡിൽ കോൺഗ്രസിന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്തവണയും അത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടാകാതെ നാഗാലാൻഡിൽ ഒരു സീറ്റെങ്കിലും നേടുക എന്നൊരു ലക്ഷ്യം കോൺഗ്രസിന് മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ പ്രാദേശിക പാർട്ടികളുമായി ചേർന്ന് സഖ്യമുണ്ടാക്കി ഭരണം നേടുക എന്നതായിരിക്കും BJPയുടെയും കോൺഗ്രസിന്റെയും ഇത്തവണത്തെ ലക്ഷ്യമെന്നും പറയുന്നു എബി. അൻസില, ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു സാന്നിധ്യം കൂടി അറിയിക്കുന്നതായിരുന്നു ഇത്തവണത്തെ പ്രചാരണ പരിപാടികളെല്ലാം തന്നെ. അപ്പോൾ നാഗാലാൻഡിനെ സംബന്ധിച്ച അതിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണ്? കോൺഗ്രസിന് ഏതായാലും അവിടുത്തെ ഒരു സാഹചര്യം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നോക്കുകയാണെങ്കിൽ തന്നെ വട്ടപൂജ്യത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു സാന്നിധ്യം ഏത് തരത്തിലാവും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോവുക? എബി, നാഗാലാൻഡിലേക്ക് വരുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ നാഗാലാൻഡിനേക്കാൾ അധികമായി മേഘാലയയിലാണ് തൃണമൂൽ കോൺഗ്രസ് BJPക്കും കോൺഗ്രസിനും അതുപോലെ തന്നെ അവിടുത്തെ പ്രാദേശിക പാർട്ടികൾക്കും വലിയ രീതിയിലുള്ള ശക്തമായ ഒരു മത്സര രംഗം സൃഷ്ടിക്കുന്നത്. നാഗാലാൻഡിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നാഗാലാൻഡിൽ പ്രധാനമായും നിൽക്കുന്ന പാർട്ടികൾ എന്ന് പറയുന്നത് അവിടുത്തെ പ്രാദേശിക പാർട്ടികൾ തന്നെയാണ്. ഈ പ്രാദേശിക പാർട്ടികളിൽ തന്നെ പ്രധാനമായും എടുത്തു പറയുന്നത് NDPPയും NPFുമാണ്. ഈ NDPPയോട് ചേർന്ന് സഖ്യമുണ്ടാക്കിയാണ് കഴിഞ്ഞ തവണ BJP അധികാരത്തിൽ നേടിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 2018 ഇലക്ഷനിൽ NPF അവർ 22 സീറ്റുകൾ നേടുകയുണ്ടായിരുന്നു. എന്നാൽ 2018 അവർ ഒറ്റകക്ഷിയായെങ്കിലും NDPPയോട് ചേർന്ന് BJP അവിടെ സഖ്യമുണ്ടാക്കി ഭരണം കൈയാളുകയായിരുന്നു. എന്നാൽ നമുക്കറിയാം, കഴിഞ്ഞ വർഷം NPFൽ നിന്ന് MLAമാർ BJP സഖ്യത്തിലേക്ക് ചേരുകയും അവിടെ ഇപ്പോൾ മേഘാലയയുടെ ഒരു സ്ഥിതി എടുത്തു നോക്കിയാൽ ശക്തമായൊരു പ്രതിപക്ഷം ഇല്ലാത്തൊരു സാഹചര്യം നമുക്ക് നാഗാലാൻഡിൽ കാണാൻ സാധിക്കും. പ്രാദേശിക പാർട്ടികൾ തന്നെയാണ് നാഗാലാൻഡിൽ വലിയ രീതിയിലുള്ള BJPയും കോൺഗ്രസ് പോലുള്ള ദേശീയ തലത്തിലുള്ള പാർട്ടികൾക്ക് പ്രാദേശിക പാർട്ടികളാണ് നാഗാലാൻഡിൽ വലിയ രീതിയിലുള്ള എതിര് സൃഷ്ടിക്കുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് മത്സരരംഗത്തുണ്ടെങ്കിലും ഈ പ്രാദേശിക പാർട്ടികളുമായി ചേർന്ന് സഖ്യമുണ്ടാക്കിയാൽ മാത്രമേ നാഗാലാൻഡിൽ ഒരു ഭരണം നേടാൻ സാധിക്കൂ എന്നത് BJPക്കും കോൺഗ്രസിനും വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണെന്ന് കൂടെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം വലിയ രീതിയിൽ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഗോത്ര വിഭാഗങ്ങളാണുള്ളത്. ഈ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ അവരുടെ തന്നെ പ്രാദേശിക പാർട്ടികൾക്കാണ് വലിയ രീതിയിലുള്ള സ്വാധീനമുള്ളത് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ത്രിപുര ഇലക്ഷനിൽ നമ്മൾ കണ്ടതാണ്. തിപ്രമോദ പാർട്ടി വലിയ രീതിയിലുള്ള വെല്ലുവിളി കോൺഗ്രസിനും BJPക്കും ത്രിപുരയിൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അപേക്ഷിച്ച് പ്രാദേശിക പാർട്ടികൾക്ക് വലിയ രീതിയിൽ വേരോട്ടമുള്ള സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് ഗോത്ര വിഭാഗ മേഖലയായതുകൊണ്ട് തന്നെ BJP കോൺഗ്രസ് പോലുള്ള ദേശീയ പാർട്ടികൾക്ക് നാഗാലാൻഡ് ആകട്ടെ, മേഘാലയ ആകട്ടെ, ത്രിപുരയാകട്ടെ, ഇവിടെയെല്ലാം തന്നെ അവരുടെ പ്രാദേശിക പാർട്ടികളോട് കൂടെ ചേർന്ന് സഖ്യമുണ്ടാക്കുക മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 2018 NDPPയുമായി ചേർന്ന് BJP സഖ്യമുണ്ടാക്കി അവിടെ അധികാരം നേടാൻ കഴിഞ്ഞുവെങ്കിലും അവർക്കിടയിലും വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ നിലനിന്നു എന്നൊരു കാര്യമാണ്. നമുക്കറിയാം, നാഗാലാൻഡ് 75% ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഇന്ത്യയിലെ. ഇവിടെ BJPയുടെ നയങ്ങൾ വലിയ രീതിയിൽ ഈ കമ്മ്യൂണിറ്റിക്കിടയിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സായുധ സേന അവിടെ കഴിഞ്ഞിടെ 15 പേരെ വെടിവെച്ച് കൊന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ BJPയുടെ നാഗാലാൻഡിൽ അവർക്ക് വലിയ രീതിയിൽ അവരുടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് BJPയുടെ ഫേസിന് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് BJP അവിടെ പ്രചരണം നയിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇത്തരത്തിലുള്ള BJPയുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ BJPയുടെ പ്രചരണത്തിന് വലിയ രീതിയിലുള്ള കോട്ടം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എബി, തീർച്ചയായും മേഘാലയ, നാഗാലാൻഡ് ഇടങ്ങളെല്ലാം തന്നെ രാവിലെ മുതൽ തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. നാഗാലാൻഡിൽ ശക്തമായ രീതിയിൽ ഒരു ഒറ്റയ്ക്ക് ഭരണം പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് BJP മുന്നോട്ട് വയ്ക്കുന്നതൊപ്പം അവിടുത്തെ പ്രാദേശിക പാർട്ടികളുടെ കരുത്ത് അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് തന്ത്രമാണ് ഉപയോഗിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അൻസലയാണ് നാഗാലാൻഡിലെ വിവരങ്ങൾ നൽകിയത്.